മലപ്പുറം ചെമ്മാടുള്ള ചെറേക്കാട് എന്ന ഗ്രാമത്തിലാണ് കഥ പുരോഗമിക്കുന്നത്. സിനിമയുടെ ലൊക്കേഷനും ചെറേക്കാട് തന്നെയാണ്. ക്ഷണക്കത്തിലൂടെ നായകനായെത്തിയ നിയാസ് മക്സ്റിയാൽ മുഴുനീള ഗ്രാമീണ കഥാപാത്രത്തെ ആദ്യമായി അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും മീസാനുണ്ട്. പൊതുവേ എന്നെ ഏത് സിനിമയിലാണെന്നുണ്ടെങ്കിലും ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും ഒരു പോസിറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും ഞാൻ ചെയ്തിരുന്നൊരു റിച്ച് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. ഒരിക്കലും ഒരു പാവപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം എൻ്റെ ലുക്ക് വെച്ചിട്ട് ആൾക്കാർ വിചാരിക്കുന്നത് എന്നെ ഒരിക്കലും അങ്ങനെ ആക്കി മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ അത് ജബ്ബാർ അതിനൊരു എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് എന്തുകൊണ്ട് അങ്ങനെ മാറ്റിക്കൂടാ. ജബ്ബാർ ചെമ്മാടാണ് സംവിധാനം. സിനിമയിൽ പ്രധാന കഥാപാത്രമായും ജബ്ബാർ അഭിനയിക്കുന്നു. ഒരു സാധാരണ ജീപ്പ് ഡ്രൈവറായ ടാക്സി ഡ്രൈവറായ ജമാലും അവിടെ തന്നെയുള്ളൊരു കോയക്കുട്ടി എന്ന് പറയുന്ന എല്ലാ ജോലികളും ചെയ്യുന്ന വേറൊരു സുഹൃത്തും നമ്മളൊരു കഥയാണ് ഇതിനകത്ത് പോകുന്നത്. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് പോകുന്നത്. 10 വർഷം മുന്നേ നടന്ന ഒരു കഥയാണത്. 10 വർഷത്തിന് ശേഷം നടക്കുന്ന വേറൊരു ഇൻസിഡൻ്റാണ് സിനിമ. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല ആർക്കും. അത് പടം തിയേറ്ററിൽ വരുമ്പോൾ കണ്ടാൽ തന്നെ മാത്രമേ മനസ്സിലാവൂ. 3 ഡോട്ട്സിൽ നായികയായ അഞ്ജന മേനോനാണ് നായികമാരിൽ ഒരാൾ. എനിക്ക് ഇതുവരെ ചെയ്തേക്കാട്ടിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണത്. ഡിഫറെൻ്റ് എല്ലാവരും ക്ലീഷേഡായിട്ട് പറയും, പക്ഷേ ഞാൻ ഇതുവരെ കൂടുതൽ ചെയ്തിരിക്കുന്ന പോലീസ് ഓഫീസർ, കുറച്ച് മോഡേൺ ആയിട്ടുള്ള സ്ട്രോങ് റോൾസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് സ്ട്രോങ് ആണ്, പക്ഷേ അതേ സമയത്ത് ഒരു തികച്ചും നാട്ടുമ്പുറത്തുകാരിയായിട്ടുള്ള പെണ്ണാണ്. മാമുക്കോയ, ചേമ്പിൽ അശോകൻ, അഞ്ജലി നായർ തുടങ്ങിയവരും മീസാനിലുണ്ട്. സാം വർച്ചെ നിർമ്മിക്കുന്ന മീസാൻ ഓഗസ്റ്റിൽ തിയേറ്ററുകളിലെത്തും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.